സ്ലീബായ്ക്ക് ശേഷം വരുന്ന 6-ാം ഞായറാഴ്ച പരിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഭൗതിക ജീവിതത്തിൻ്റെ അതിപ്രസരത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മളോട് നിത്യജീവനെപ്പറ്റിയും രക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെയും സമാധാനത്തെയും ആനന്ദത്തെപ്പറ്റിയുമൊക്കെ നമ്മളോട് പങ്കുവെക്കുകയാണ്. സുഖത്തിൻ്റെ നടുവിലും അതൊന്നും അത്ര സുഖകരമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രമാണി ജീവിതത്തിൻ്റെ നൈമിഷികതയ്ക്കപ്പുറമായി നിത്യജീവനെപ്പറ്റി രക്ഷയെപ്പറ്റി അന്വേഷിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയാണ്. നല്ലവനായ ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു ടു ഇൻഹെറിറ്റ് എറ്റേണൽ ലൈഫ്? എറ്റേണൽ ലൈഫ് എന്നുള്ള ഒരു ചിന്ത ഈ സമ്പന്നനായ പ്രമാണിയുടെ ജീവിതത്തിൽ ഉദിച്ചെങ്കിൽ അത് തന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരു ആദ്യ ചുവടായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു വേദഭാഗം ഈ ചോദ്യത്തിൽ നിന്ന് പങ്കുവെക്കുന്ന ചില ആശയങ്ങളുണ്ട്. 2 ചിന്തകളെ പങ്കുവെക്കാം. ഒന്ന്, ഐഹിക ലക്ഷ്യങ്ങളെക്കാൾ ദൈവരാജ്യ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്ക് വേണ്ടത് എന്ന് ഈ വേദഭാഗം പങ്കുവെക്കുകയാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല. ക്രിസ്തു കേവലം ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയോ ഈ ലോക ജീവിതത്തിൽ നമുക്ക് നേടിത്തരേണ്ട ചില നേട്ടങ്ങൾക്ക് വേണ്ടിയോ വന്നവനല്ല. നിത്യമായി നമുക്ക് വേണ്ടി എന്തൊക്കെയോ, നിത്യമായി നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടി ചില ജീവൻ്റെ പുതിയ സാധ്യതകളെ പങ്കുവെക്കുകയാണ് ക്രിസ്തു ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് കേവലം ഇവിടുത്തെ ചില സുഖസൗകര്യങ്ങളിൽ മാത്രമായിരിക്കരുത് നിങ്ങളുടെ ചിന്ത എന്ന് ശിഷ്യന്മാരോട് എത്രയോ തവണ പല സംസാരങ്ങളിലൂടെ പങ്കുവെക്കലിലൂടെ ക്രിസ്തു പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ജീവനും ജീവിതവും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കാലയളവിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ എൻ്റെ ജീവിതത്തിൽ രക്ഷയിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഐഹികമായ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളെല്ലാം ഭംഗിയായി എല്ലാവരും നിർവഹിക്കുന്നുണ്ട്. ഈ സമ്പന്നനായ പ്രമാണിയും അത് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല. അതിനപ്പുറമായി ഒരു കുറവ് നിനക്കും എനിക്കും നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ കുറവ് ഒന്ന് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നിടത്താണ് ദൈവരാജ്യത്തിലേക്കുള്ള വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഈ വേദഭാഗം പങ്കുവെക്കുന്നത് സമ്പത്തിൻ്റെ ശക്തിയെ വിട്ടുകൊടുക്കുന്നതിൻ്റെ ശക്തിയിലൂടെ ഇല്ലാതാക്കുക. സമ്പത്തിൻ്റെ ശക്തിയെ വിട്ടുകൊടുക്കുന്നതിൻ്റെ ആത്മബലത്തിലൂടെ നമുക്ക് ഇല്ലാതാക്കുക. ഡിറ്റാച്ച്മെൻറ്റ്, ഒന്നിനോടും മമത ഇല്ലാതെ ഒരു നിർമ്മമമായി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്ന് ഭാരതീയ ദർശനത്തിലും ക്രിസ്തീയ ദർശനത്തിലും എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം ഇതാണ്: സെപ്പറേഷൻ ഇസ് ദ ലോ ഓഫ് എർത്ത്. സെപ്പറേറ്റ് ആകുക എന്നുള്ളത് ഭൂമിയുടെ ഒരു നിയമമാണ്. ഒരു മനുഷ്യനും ജനനം മുതൽ മരണം വരെ ആരുടെയും കൂടെ ആയിരിക്കുന്നില്ല, ആരും ഒപ്പവുമായിരിക്കുന്നില്ല. അവൻ്റെ ആയുസ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഓരോ നിമിഷം ഓരോരുത്തർ കൂടുകയാണ് കൂട്ടത്തിൽ. നാമും ആരുടെയൊക്കെ കൂട്ടത്തിൽ കുറച്ച് കാലയളവിൽ മാത്രം ജീവിക്കുകയാണ്. നമുക്ക് കാവലായി, തണലായി, കൂടപ്പുറപ്പായി കുറച്ചു കാലം കുറച്ച് പേരായി മാറുകയാണ്. ഒരിക്കലും എന്നും ഭാര്യയായോ ഭർത്താവായോ മക്കളായോ ആരും ഇരിക്കുന്നില്ല. ജീവിതത്തിൻ്റെ കാലയവനിക്കുള്ളിൽ എല്ലാവരും മാറി തൻ്റെ ആയുസ് ഈ ലോകത്ത് തീർക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഒന്നിനോട് നമ്മൾ ഒരിക്കലും അറ്റാച്ച്മെൻ്റ് ഇല്ല, പിന്നെ ഡിറ്റാച്ച്മെൻ്റാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ക്രിസ്തു അത് ഭൂമിയുടെ നിയമമായി പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയുന്നതിനകത്ത് ഒരു സെപ്പറേഷനാണ്. ജീവിതത്തിൻ്റെ ഓരോ കാലയളവിലും ഈ ഒരു സെപ്പറേഷൻ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കാനുള്ള ഒരു ആത്മബലം അത് നമുക്കുണ്ടാവണം. ആ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷവും സമാധാനത്തെപ്പറ്റി, വിട്ടുകൊടുക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു സമ്പന്നതയെപ്പറ്റിയാണ്
ക്രിസ്തു ഇവിടെ പറയുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിച്ചപ്പോൾ താനെല്ലാം വെട്ടിപ്പിടിച്ചുവെന്ന് പുറമേ കാണിച്ചപ്പോഴും മരിച്ചപ്പോൾ തൻ്റെ കൈകൾ പെട്ടിക്ക് വെളിയിൽ കിടക്കുകയായിരുന്നു. താൻ ഒന്നും നേടിയില്ല എന്നുള്ളതാണ് അലക്സാണ്ടർ ചക്രവർത്തി നമ്മളോട് സംസാരിക്കുന്നത്. സിദ്ധാർത്ഥ രാജകുമാരൻ തൻ്റെ കൊട്ടാരവും തനിക്കുള്ള സമ്പത്തും സുഖങ്ങളെല്ലാം വിട്ട് ബുദ്ധനായി മാറിയതും സകലവും ഉപേക്ഷിച്ചതിലൂടെയാണ്. സന്യാസികളുടെ പിതാവായ മോർ അന്തോണിയോസ് ദേവാലയത്തിൽ വായിച്ചു കേട്ട സുവിശേഷത്തെ പ്രതി നീ സദ്ഗുണപൂർണനാകുവാൻ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്നുള്ള സന്ദേശം കേട്ട് തൻ്റെ 300 ഏക്കറോളം വരുന്ന തൻ്റെ സ്വത്തുക്കൾ ഈജിപ്തിലെ ദരിദ്രർക്ക് വിട്ടുകൊടുക്കുന്നതിലൂടെയാണ് അദ്ദേഹം സഭയ്ക്ക് തൂണായി മാറുന്നത്. അപ്പോൾ വിട്ടുകൊടുക്കുന്നവരൊക്കെ തലമുറകൾ ഓർക്കപ്പെടുന്ന ഒരു ചരിത്രമാണ് സഭയും സമൂഹവും നമ്മുടെ മുമ്പിൽ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ തലമുറകൾ ഓർക്കപ്പെടുകയുള്ളൂ. അവിടെ അവർ കാണിച്ചു തരുന്ന ഒരു സെപ്പറേഷൻ, നാം ജീവിതത്തിൽ പുലർത്തേണ്ട ഓരോ കാര്യങ്ങളോടുമുള്ള നമ്മുടെ ഒരു നിർമ്മമത, ആവശ്യങ്ങൾ കഴിഞ്ഞാൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞാൽ അവിടെ അത് കഴിഞ്ഞ് അവിടം കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് നാം വീണ്ടും ജീവിതത്തിൻ്റെ മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മുടെ ഒരു ആത്മബലം ക്രിസ്തു ഇവിടെ നമ്മളോട് ആവശ്യപ്പെടും. നേരെ മറിച്ച് ഇന്ന് ഇരിക്കുന്ന കസാരകൾ വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലങ്ങളാണ്. എല്ലാത്തിനോടും നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൂടിക്കൂടി വരികയും ഒന്നിൽ നിന്നും നമുക്കൊന്ന് ഫ്രീ ആകുവാൻ, ഒന്നിൽ നിന്നും നമുക്കൊന്ന് വിട്ടുകൊടുത്തിട്ട് സന്തോഷത്തോടെ പിൻവാങ്ങുവാൻ നമുക്ക് സാധിക്കാത്ത എന്തൊക്കെയോ ഭൗതികതയുടെ അതിപ്രസരമല്ല, അതിനപ്പുറമായിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്കാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അവിടെ ടു ലീവ് ഇറ്റ്, നീ എല്ലാം ഉപേക്ഷിക്കുക. ഗുരുക്കന്മാരുടെ അടുത്ത് ശിഷ്യന്മാർ വരുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്, സകലം ഉപേക്ഷിച്ചിട്ട് എൻ്റെ പിന്നാലെ വരുവീൻ. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കുവാനും, അവസാനം ഒന്നും വിട്ടുകൊടുത്തില്ലെങ്കിലും നാം ഈ ലോകം വിട്ടുപോകേണ്ടവരാണെന്നുള്ള ബോധ്യത്തിലെങ്കിലും ദൈവരാജ്യ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.